എല്ലാരും കൂടി ചേർന്ന് ദേവന് കൊടുക്കേണ്ട ശിക്ഷ എന്റെ മോന് മേടിച്ചു കൊടുക്കാൻ നോക്കുന്നു. ഇവിടുത്തെ നീതി ന്യായമൊക്കെ എവിടെ പോയി? സൂക്ഷിച്ച് സംസാരിക്കണം. ഞങ്ങള് നീതി ന്യായം നോക്കുന്നവര് തന്നെയാ. അതുകൊണ്ടാ ഇത്രയും കാലം ദൈവത്തെ പോലെ കണ്ട ദേവൻ തമ്പുരാനെ പ്രതി കൂട്ടിക്കയറ്റിയത്. അപ്പൊ ഇപ്പൊ എന്താണാവോ പറ്റിയേ? ദേവൻ തന്ന കാശ് കണ്ടതും മട്ടും ഭാവമൊക്കെ മാറിയല്ലോ. അല്ലെങ്കിൽ എന്തിനാ യാതൊരു ബന്ധവുമില്ലാത്ത എന്റെ നേരെ തിരിയുന്നേ? ബന്ധമുണ്ടല്ലോ വരുണേ. ഇതെല്ലാം ചെയ്തത് നീയല്ലേ? നിന്റെ ഭാഗവത പാരായണം ഇവിടെ ബ്രോഡ്കാസ്റ്റ് ചെയ്തു കഴിഞ്ഞു. അവിടെ വെച്ച് നീ എന്നോട് ഏറ്റുപറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാവരും ലൈവായിട്ട് കണ്ടു കഴിഞ്ഞു. നീ പിടിക്കപ്പെട്ടു വരണേ. ഇനി നിന്റെ ഈ അഭിനയം നിർത്തുന്നതാ നല്ലത്. ഏയ്, നിനക്കിത് എന്താ പറ്റിയ ഓർമ്മല്ലേ? മിണ്ടി പോരുത്. ഇനി ഒരു അക്ഷരം മിണ്ടിയാ ആ നാക്ക് ഞാൻ പിഴുതെടുക്കും. അല്ല ചേട്ടാ, ഈ ഊർമിള എന്തായി പറയുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ? ഞാൻ ഇവളോട് എന്ത് പറയാൻ? നീ പറഞ്ഞതൊക്കെ നീ തന്നെ മറന്നാൽ എങ്ങനെയാ? അതൊക്കെ നിനക്ക് ഒന്നുകൂടി കാണണോ? എന്താ പറഞ്ഞതെന്ന് ഒന്നുകൂടി ഓർത്തു നോക്ക്. ഇത്രയും നേരം എല്ലാവരും ലൈവ് ടെലികാസ്റ്റാ കണ്ടത്. തെളിവ് ചോദിച്ചാൽ സമർപ്പിക്കാൻ അത് ഞങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബോധം കെട്ട് മാന്തോപ്പിൽ എവിടെയോ കിടന്നവനെ ഞാൻ വസുമതിയുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി. നാട്ടുകാരെല്ലാവരും അത് കണ്ടിട്ട് ദേവനാണ് അവളെ നശിപ്പിച്ചതെന്ന് കരുതി. ഇപ്പൊ എന്ത് പറയുന്നു വരുൺ? അന്ന് മാന്തോപ്പിലെ ഇരുട്ടത്ത് എന്റെ ദേവേട്ടന്റെ ശബ്ദത്തിൽ വരുണാ സംസാരിച്ചത്. വസുമതിയെ നശിപ്പിച്ചത് അവൻ തന്നെയാ. തെറ്റ് ചെയ്തത് വരുണാണ്. എന്റെ ദേവേട്ടൻ നിരപരാധിയാണ്. എന്ത് പറയുന്നു വരുൺ? ഞങ്ങൾ റെക്കോർഡ് ചെയ്ത വീഡിയോ നിനക്കൊന്നുകൂടി കാണുന്നുണ്ടോ? എത്ര വൃത്തിയായിട്ടാ നീ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നെ. നോക്കിക്കേ. ബോധം കെട്ട് മാന്തോപ്പിൽ എവിടെയോ കിടന്നവനെ ഞാൻ വസുമതിയുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി. നാട്ടുകാരെല്ലാവരും അത് കണ്ടിട്ട് ദേവനാണ് അവളെ നശിപ്പിച്ചതെന്ന് കരുതി. ഇതിന്റെ എല്ലാം പുറകിൽ ഞാൻ തന്നെയാ. എന്റെ ഗൂഢാലോചനയാണ് ദേവനെ ഇന്ന് ഇവിടെ എത്തിച്ചത്. എന്ത് ചെയ്യാനാ ചെറിയമ്മേ? മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണ്ടേ? വജ്രത്തെ വജ്രം കൊണ്ട് തന്നെ മുറിക്കണമെന്ന് പറയും പോലെ ഞാനും ഇവിടെ ചതിയെ ചതി കൊണ്ട് തന്നെയാണ് നേരിട്ടത്. അതാണ് ഈ ഊർമിള. ഇങ്ങനൊരു ക്രൂരത കാണിക്കാൻ നിനക്ക് എങ്ങനെയാണ് മനസ്സ് വന്നേ? നിന്റെ സ്വഭാവം അറിയാമായിരുന്നിട്ടും കുടുംബം ചെതറി പോവാതിരിക്കാൻ നിന്നെ വീട്ടിൽ താമസിപ്പിച്ചതാ തെറ്റ്. എന്നിട്ട് നീ എന്റെ വീടിന്റെ വിളക്ക് കെടുത്താൻ നോക്കുന്നു. ഇനി ഇവനോട് തർക്കിച്ചിട്ട് കാര്യമില്ല. ഇവനൊരു ക്രിമിനലാ. ക്രൂരത ഇവന്റെ ചോരയിലുണ്ട്. എന്തു ഇവന്റെയൊക്കെ ദേഹത്ത് കൈതൊട്ടാ ആ പാപ ഇന്ദുവിന്റെ കൈകളിലിരിക്കും. രാജപദവി നേടിയെടുക്കാൻ വേണ്ടി നീ എന്ത് നെറികെട്ട കളിയും കളിക്കുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചതും പോരാൻ അവളെ കൊല്ലാനും തയ്യാറാവുമെന്ന് ഞാൻ കരുതിയില്ല. വസുമതിയുടെ കാര്യത്തിൽ മാത്രമല്ല ദേവേട്ട, ഇവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പലരുടെയും ജീവിതം വെച്ച് കളിച്ചിട്ടുള്ള നികൃഷ്ട ജീവിയാണിവൻ. ദേവേട്ടനെ ദൈവത്തെ പോലെ കണ്ട നാട്ടുകാരുടെ മുന്നിൽ അപരാധിയാക്കി നിർത്തി. ശരിയാണ്. ദേവൻ തമ്പുരാന്റെ സ്വഭാവം അറിയാമായിരുന്നിട്ടും ഞാൻ തെറ്റിദ്ധരിച്ചു. എന്റെ കൊച്ചുമോളുടെ ജീവിതം തകർന്നതും എന്റെ തലയിലൊന്നും കേറില്ല തമ്പുരാട്ടി. എന്നോട് ക്ഷമിക്ക്. ദേവൻ തമ്പുരാനും എനിക്ക് മാപ്പ് തരണം. ഇത് വാസുദേവേട്ടന്റെ തെറ്റല്ല. ആ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവൂ. ക്ഷമിക്കണം, ഞങ്ങൾ ഒന്നുകൂടി ആലോചിക്കേണ്ടതായിരുന്നു. മറ്റൊരു വഴിക്ക് ചിന്തിക്കാൻ പോലും ഞങ്ങൾ ശ്രമിച്ചില്ലല്ലോ. തമ്പുരാട്ടിയുടെ വിശ്വാസമാണ് ഇവിടെ വിജയിച്ചത്. ആ അപരാധിയെ കണ്ടുപിടിച്ചു. ദേവൻ തമ്പുരാനുണ്ടായ കളങ്കമാണ് മാച്ചു കളഞ്ഞത്. അതല്ല,
വസുമതിക്ക് എന്തായാലും നീതി കിട്ടണമല്ലോ. ഈ നീചനെ തൂക്കിലേറ്റണം തമ്പുരാട്ടി. എന്നാലേ എന്റെ വസുമതിക്ക് നീതി കിട്ടൂ. അയ്യോ, എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ. എന്റെ മോനെ വെറുതെ വിട്ടേക്ക്. മതി, നിർത്ത് നിർത്ത്. നിന്റെ നീച പ്രവൃത്തി കാരണം തകർന്നു പോയത് വസുമതിയുടെ ജീവിതം. അതുകൊണ്ട് ഇവൻ എന്ത് ശിക്ഷയാണ് വിധിക്കേണ്ടതെന്ന് വസുമതി തീരുമാനിക്കട്ടെ. വേറെ ഏത് ശിക്ഷ ഇവന് കുറഞ്ഞു പോകും തമ്പുരാട്ടി. എന്റെ കൊച്ചുമോക്ക് വേണ്ടി ഞാൻ പറയുന്നു, ഇവനെ ഇവിടെ തന്നെ തൂക്കിലേറ്റി കൊല്ലണം. അല്ലെങ്കിൽ ഇളനീരിൽ വിഷം ചേർത്ത് എന്റെ കൊച്ചുമോളെ കൊല്ലാൻ നോക്കിയതുപോലെ ആ വിഷം തന്നെ കഴിപ്പിച്ച് ഇവനെയും കൊല്ലണം. എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ. ദയവ് ചെയ്ത് എന്റെ മോനെ ഒന്നും ചെയ്യലെന്ന് പറയമ്മേ. കൂടെ നിന്ന് നീ അവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പൊ ശിക്ഷ കിട്ടിയതും നീ കാല് പിടിക്കുന്നു സുഹാസിനി. അങ്ങനെ പറയല്ലേ. അമ്മയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. ഇവനും അമ്മയുടെ കൊച്ചുമോനല്ലേ. എന്റെ കൊച്ചുമക്കൾ ഇവരാ. രാജകുടുംബത്തിന് കളങ്കം ഉണ്ടാകാതിരിക്കാൻ തെറ്റ് ചെയ്യാതിരുന്നിട്ടും ശിക്ഷ ഏൽക്കാൻ തയ്യാറായവനാ എന്റെ മോൻ ദേവൻ. അവനാണ് കൊട്ടാരം വീടിന്റെ അനന്തരാവകാശി. സ്വാർത്ഥതയുടെ പേരിൽ പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിക്കുന്നവൻ ഒരിക്കലും എന്റെ ചോരയല്ല. ഇങ്ങനെ ഒരു നീചൻ ഒരിക്കലും ജീവനോടെ ഉണ്ടാകരുതെന്നേ ഞാൻ പറയൂ. ഇങ്ങനൊരു വൃത്തികെട്ടവൻ നമ്മുടെ വംശത്തിൽ പോലും ഇനി ഉണ്ടാവാൻ പാടില്ല. അതെന്റെ മകനായാലും കൊള്ളാം, നിന്റെ മകനായാലും കൊള്ളാം. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിച്ചേ മതിയാവും. കൗസല്യേച്ചി, അങ്ങനൊന്നും പറയല്ലേ. എനിക്ക് ആകെ ഉള്ളൊരു മോന. വേണമെങ്കിൽ എത്ര പണം വേണമെങ്കിലും കൊടുക്കാം. എന്റെ മോനെ എനിക്ക് ജീവനോടെ തിരിച്ചു കിട്ടിയാൽ മതി. ഒരു പെൺകുട്ടിയുടെ മാനം കാശ് കൊടുത്താ കിട്ടുന്നതാണോ ചെറിയമേ? പണം കൊടുത്താ മോൻ നശിപ്പിച്ച വസുമതിയുടെ ജീവിതം തിരിച്ചു കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? ഒരു സ്ത്രീ ആയിരുന്നിട്ട് പോലും ഇങ്ങനെ ചിന്തിക്കാൻ എങ്ങനെ കഴിയുന്നു ചെറിയമ്മയ്ക്ക്? വേണ്ട വസുമതി, ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് നീ പറഞ്ഞു. അവനാ തൂക്കുകയറ് കൊടുക്കണോ, അതോ വിഷം ചേർത്ത് ഇളനീര് അവനെ കൊണ്ട് കുടിപ്പിക്കണോ, അതോ അല്ലെങ്കിൽ നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കണോ? എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചോ? ആലോചിക്കാനൊന്നുമില്ല. എന്തു വന്നാലും അവൻ മരിക്കുന്നത് തന്നെയാ നല്ലത്. മറിച്ച് ഇങ്ങനെ ഒരു വൃത്തികെട്ടവനെ കൊണ്ട് താലി കെട്ടിച്ചാ ആ താലി തന്നെ നിനക്ക് തൂക്കുകയറായി മാറും. അതിലും ഭേദം അവനെ തൂക്കിക്കൊല്ലുന്നതാ. നിന്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടും മോളെ. നല്ലോണം ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി. ഇവൻ നിന്നോട് കാണിച്ച നെറികേട് കാരണം ദേവൻ തമ്പുരാനെ നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചു. ഈ സത്യം പുറത്തു വരാതിരുന്നിരുന്നെങ്കിൽ നമ്മുടെ തമ്പുരാനെ നമ്മൾ ശിക്ഷിക്കില്ലായിരുന്നു. ഇതിനെല്ലാം കാരണക്കാരനായ ഈ നീചനോട് നമ്മൾ ക്ഷമിക്കരുത്. ഇവിടെ വച്ച് തന്നെ കൊന്നുകളയണം. ഇത് നിന്റെ ജീവിതമാണ് വസുമതി, ആവേശത്തിലല്ല. ആലോചിച്ചു വേണം തീരുമാനമെടുക്കാൻ. നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ. നിന്റെ ജീവിതത്തിന് എന്താ നല്ലതെന്നുള്ളത് നിനക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ. നിന്റെ ജീവിതം നശിപ്പിച്ച വ്യക്തി ആരാണെങ്കിലും അവരെ കൊണ്ട് തന്നെ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിപ്പിക്കും. ഇത് കൊട്ടാരം വീട്ടിലെ വൈദേഹി തരുന്ന വാക്കാണ്. എന്റെ ജീവിതം തകർത്തവനെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിക്കാന്ന് വൈദേഹി തമ്പുരാട്ടിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ മേൽ സത്യം ചെയ്ത് പറഞ്ഞതാ. തമ്പുരാട്ടിയുടെ കുഞ്ഞ് നന്നായിരിക്കണം. അതിനു വേണ്ടിയെങ്കിലും തമ്പുരാട്ടി പറഞ്ഞതുപോലെ ഇയാളെ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ്.
അത് വേണ്ട, ഇതിന് ഞാൻ സമ്മതിക്കില്ല. ഇവള് എന്റെ മരുമകളാവണമെന്നോ? എനിക്കതിന് സമ്മതമല്ലെങ്കിലോ? സുഹാസിനി, സത്യത്തില് വസുമതി ഇപ്പൊ നിന്റെ മകന്റെ ജീവൻ രക്ഷിച്ചിരിക്കുക. അത് നീ മറക്കരുത്. അവളൊന്ന് തൂക്കിലേറ്റാൻ പറഞ്ഞ ഒരു ക്ഷണം കൊണ്ട് നിന്റെ മകൻ കയറി തൂങ്ങിയൊരു ശവമായിട്ട് ഇവിടെ നിൽക്കും. നീ തന്നെയല്ലേ ഒരു പെൺകുട്ടിയെ നശിപ്പിക്കാൻ നിന്റെ മോന് കൂട്ടുനിന്നത്? എന്നിട്ട് അവളെ മരുമകളാക്കണമെന്ന് പറഞ്ഞപ്പോ നിനക്ക് സമ്മതമല്ലെന്നോ? ഒരക്ഷരം മിണ്ടാതെ സമ്മതിക്കാൻ നോക്ക്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ മകന്റെ ശവശരീരത്തിന് മുന്നിലിരുന്ന് നിനക്ക് കരയേണ്ടി വരും സുഹാസിനി. മോളെ വസുമതി, ഭർത്താവ് എന്നും ഭാര്യയുടെ നിഴലായിരിക്കണം. പക്ഷെ ഇതൊരു കരിനിഴലാണ് മോളെ. അതെന്നും നിനക്ക് അപകടം മാത്രമേ വരുത്തി വെക്കൂ. അതോർത്ത് വാസുദേവേട്ടൻ വിഷമിക്കണ്ട. ഞാൻ വാക്ക് തരികയാണ്, വസുമതിക്ക് ഞങ്ങളുടെ വീട്ടിലൊരു കുറവുണ്ടാവില്ല. താലി ചേർത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യ്. ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ ആ കർമ്മം നടത്തണം. ദേവ, അത് വേണ്ട ദേവ. എന്റെ മോന്റെ ജീവിതം നശിപ്പിക്കരുത്. മിണ്ടിപ്പോകരുത്. ഇനി ഒരു അക്ഷരം മിണ്ടിയ ചെറിയമ്മയാണെന്ന് പോലും ഞാൻ നോക്കില്ല. ആരുടെ ജീവിതം ആരാ നശിപ്പിച്ചേ? നിങ്ങളുടെ മകന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിന് പകരം വസുമതി അവനൊരു ജീവിതം കൊടുക്കുക. അതോർത്ത് സന്തോഷിക്കേ. അമ്മേ, കെട്ടടാ. എന്താ നോക്കി നിൽക്കുന്ന? താലി കെട്ട്. പലർക്കും തെറ്റുകൾ പറ്റാറുണ്ട്. പക്ഷെ അതിന് പ്രായശ്ചിത്തം ചെയ്യാനുള്ള അവസരം എല്ലാ മനുഷ്യർക്കും കിട്ടിയെന്ന് വരില്ല. ഇപ്പൊ നിനക്കത് കിട്ടിയിരിക്കാം. വസുമതിയുടെ കഴുത്തിൽ താലി കെട്ടി നിനക്ക് മാറാനൊരു അവസരം ഒരുക്കി തന്നിരിക്കാം. പഴയ സ്വഭാവമൊക്കെ കളഞ്ഞ് നന്നാവാൻ നോക്ക്. താലി കെട്ട്. നിന്റെ മുമ്പിൽ ഇപ്പൊ വേറെ ഒരു വഴിയില്ല വരും. താലി കെട്ടിയ ജീവനെങ്കിലും കിട്ടും, അല്ലെങ്കിൽ കയർ ഉറപ്പാ. ഇതിൽ ഇവനോട് ഇത്ര ചോദിക്കാനെന്തിരിക്കുന്നു? ഈ കല്യാണത്തിൽ വാസുദേവന് താല്പര്യമില്ല, ഞങ്ങൾ നാട്ടുകാർക്കും ഇഷ്ടമില്ല. തൂക്കയറായിരിക്കും ഭേദം, അല്ലെങ്കിൽ വിഷം കൊടുത്താലും മതി. വേണ്ട, താലി കെട്ടിക്കോളും. എന്തിനാണ് നോക്കി നിൽക്കുന്ന? താലി കെട്ടടാ. അമ്മേ, കെട്ടിയേക്കടാ, അല്ലെങ്കിൽ നിന്നെ ഇവര് ജീവനോട് വീടില്ലടാ. സന്തോഷിക്കണോ വിഷമിക്കണോ എന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പൊ എന്റെ കുഞ്ഞിനോട് കാണിച്ചത് നീതിയാണോ അനീതിയാണോ അതും എനിക്ക് മനസ്സിലാകുന്നില്ല. പേടിക്കേണ്ട വാസുദേവേട്ടാ, ഞാനല്ലേ വാക്ക് തരുന്നേ. വസുമതിക്കൊന്നും സംഭവിക്കില്ല. വസുമതി ഇനി മുതൽ വാസുദേവൻ ചേട്ടന്റെ കൊച്ചുമോള് മാത്രമല്ല, കൊട്ടാരം വീട്ടിലെ മരുമകളാ. അവൾക്കൊരു പോറല് പോലും ഏൽക്കാതെ ഞങ്ങൾ നോക്കും. തമ്പുരാനും തമ്പുരാട്ടിയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ തമ്പുരാനെ തെറ്റിദ്ധരിച്ച് അപമാനിച്ച് കുറ്റവാളിയാക്കി. എന്നിട്ടും ഞങ്ങളുടെ തമ്പുരാൻ ഞങ്ങളെ കൈവിടുന്നില്ലല്ലോ. ഞങ്ങളുടെ തമ്പുരാൻ ദൈവമാണ്. അതെന്റെ കടമയാണ് വാസുദേവേട്ട. പക്ഷെ ഇതെല്ലാം തെളിയാൻ കാരണം എന്റെ വൈദേഹിയ. അവൾ ഇതിന്റെ പുറകെ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഒരു കുറ്റവാളിയായി ഇവിടെ നിന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നേനെ. ഒരിക്കലുമില്ല ദേവേട്ട. ഓർമ്മയിലെടുത്ത് എല്ലാറ്റിനും കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല.
ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ദേവൻ ഉറപ്പായിട്ടും ഫോൺ ചെയ്തിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ അതിൽ വിഷമുണ്ടെങ്കിൽ അതൊരിക്കലും ദേവൻ കലർത്തിയതാവില്ല. പിന്നെന്തിനാ നീ ഇങ്ങനെ വെറുതെ ഒരു ഭ്രാന്ത് കാണിക്കുന്ന വൈദേഹി? എടുത്തി പേടിക്കണ്ട. യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തത് ആരാണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു. അത് മറ്റാരുമല്ല എടുത്തി, വരുണാണ്. വരുണോ? അതേ ഊർമിളെടുത്തി, വരുൺ തന്നെ. വരുണിന് ദേവൻ മുറി പൂട്ടിയിട്ടിരിക്കല്ലേ? ഞാനും അങ്ങനെ തന്നെയാ കരുതിയത്. അതുകൊണ്ടാ വരുണിനെ സംശയിക്കാതിരുന്ന. പക്ഷെ പിന്നീടാണ് ദേവേട്ടൻ പോലീസിനോട് സംസാരിച്ച് അവരുടെ ഫോൺ ട്രാക്ക് ചെയ്തത്. അപ്പൊ പിടികിട്ടി. വരുൺ അന്ന് രാത്രി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഊർമിളയെടുത്ത് എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഇവിടെ ഞാൻ വിഷം കഴിച്ച് ദേവേട്ടനെ കൊണ്ട് വസുമതിയെ കല്യാണം കഴിപ്പിക്കാൻ പോവാണെന്നുള്ളത് വരുണും സുഹാസിനി ചെറുമേ അറിയണം. വസുമതിയെ കല്യാണം കഴിച്ചാലും ദേവേട്ടന് രാജപദവി നഷ്ടമാവില്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. മനസ്സിലായി വൈദേഹി. ആ നിമിഷം മുതൽ അവർക്ക് രാജപദവി കിട്ടില്ലെന്നുള്ള ടെൻഷനും തുടങ്ങിക്കോളും. ആ ടെൻഷനില് സത്യം പുറത്തു പറയും. എഴുതി ഇനിയുള്ളതെല്ലാം എഴുത്തിയുടെ കയ്യിലാ. ഓർമ്മയിലെടുത്തി എന്റെ ജീവനും എന്റെ ദേവേട്ടന്റെ ജീവനും എല്ലാം എഴുത്തി വേണം രക്ഷിക്കാൻ. ധൈര്യമായിരിക്കും വൈദേഹി, ഞാൻ എല്ലാം നോക്കിക്കോളാം. ഞാൻ അവന്റെ അടുത്തേക്ക് പോവാ. എന്റെ മരുമക്കള് രണ്ടുപേരും എന്റെ മകനെ രക്ഷപ്പെടുത്തി. എന്റെ മകന്റെ ജീവനോടൊപ്പം കുടുംബത്തെ തന്നെ അവരെ രക്ഷപ്പെടുത്തിയിരിക്കുക. നിന്റെ കഥയും ശുഭമായിരിക്കുക. അല്ലെങ്കിൽ തൂക്ക് കയറെ തൂങ്ങി നീ ശവമാകേണ്ടതല്ലായിരുന്നോ? വിനയ, എല്ലാം എടുത്തു വെച്ചോടാ. അതൊക്കെ എപ്പോഴെടുത്തു വെച്ചു? ആ, ഭഗവാന്റെ കൃപ കൊണ്ട് ഒരപകടവും കൂടാതെ എല്ലാരും തിരിച്ച് വീട്ടിലേക്ക് പോവാ. ഭഗവാന്റെ കൃപയല്ല അമ്മേ, എന്റെ മരുമക്കളുടെ കൃപയാ. ഇവര് രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ ഇപ്പൊ എന്തായിരുന്നെ? എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവുന്നില്ല. ശരിയാ കൗസല്യ, നമ്മൾ രക്ഷപ്പെട്ടത് ഇവര് കാരണ. ഇവരെന്നും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ ശ്രേയസ് അങ്ങ് ഹിമാലയത്തോളം എത്തും. ദേവമോനെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അവരും നമ്മളും തമ്മില് ഒരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. ഇന്ദു, എല്ലാരും ഒത്തൊരുമിച്ച് ജീവിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചേ. നിന്റെ അച്ഛനെ പ്രസവിച്ച അവന്റെ അമ്മയാ പറയുന്നത്. ഇന്ന് ഈ നിമിഷം മുതല് അവരുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല. സത്യത്തിൽ ഇന്ന് എന്റെ മോൻ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ആ വരുണിനെ എന്നെ തല്ലിക്കൊന്നേനെ. ഞാൻ പറയുന്നത് കേക്ക്. ഇനി അവരുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട കേട്ടോ. ശരിയമ്മേ, നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഒരുമിച്ച് ജീവിക്കാൻ ദാസേട്ടൻ ആഗ്രഹിച്ചത്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് തന്നെ ദോഷമെന്ന് അറിയുമ്പോ ജീവനോടുണ്ടായിരുന്നെങ്കിൽ ദാസേട്ടൻ തന്നെ ആ വാക്ക് തിരിച്ചെടുത്തേനെ. ഇനി ഇതിനെ പറ്റിയൊക്കെ ചിന്തിച്ചിട്ട് എന്ത് കാര്യം? ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷം അവരിനി എങ്ങനെയാ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുക? അല്ല ചേട്ടാ, അവരെ നമ്മൾ അങ്ങനെ അങ്ങ് വിട്ടുകളഞ്ഞ തെറ്റ് തിരുത്താനായി പറ്റില്ലല്ലോ എന്ന് കരുതി ഇനിയും അവരെ നമ്മുടെ കൂടെ നിർത്തിയ ആപത്ത് വിളിച്ചു വരുത്തുന്നതിന് സമോ എന്ന് പറഞ്ഞ് അവരെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ ഇന്ദു? അവരുടെ സ്വഭാവം എന്തായാലും മാറില്ല. മറ്റുള്ളവരെ ചതിക്കാൻ ആഗ്രഹിക്കുന്നവര് എന്തു വന്നാലും ഏതറ്റം വരെയും പോയാലും അത് ചെയ്യാതിരിക്കില്ല എന്തു. അതുകൊണ്ട് അവര് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. അവരുടെ സ്വഭാവം മാറ്റിയെടുക്കണം. അവരുടെ ചിന്താഗതികളും ചേഞ്ച് ആവണം. ഇതുവരെ നമ്മൾ അതിനല്ലേ പ്രയത്നിച്ചത്, എന്നിട്ട് മാറിയില്ലല്ലോ. പട്ടിയുടെ വാലും വളഞ്ഞിരിക്കുമെന്ന് പറയുന്ന പോലെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അവരുടെ തലതിരിഞ്ഞ ബുദ്ധി മാറില്ല. അമ്മ പറഞ്ഞത് സത്യ. നമ്മുടെ കൂടെയാണെന്ന് കരുതി അവരുടെ സ്വഭാവം മാറണമെന്നൊന്നുമില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് അവരെ കുറിച്ച് മാത്രമല്ലല്ലോ, വസുമതിയുടെ ജീവിതം കൂടി നോക്കണ്ടേ. നമ്മുടെ കൺവെട്ടത്തുനിന്ന് മാറിയ വസുമതിയെ നരകയാതന അനുഭവിപ്പിക്കും. കൊന്നു കളയാനും മടിക്കില്ല. ശരിയാണമ്മേ, നമ്മുടെ കുടുംബത്തോടുള്ള വിശ്വാസം കൊണ്ടാ വരുൺ മോശമാണെന്ന് അറിഞ്ഞിട്ടും അവളെ അവന് കൊടുത്തത്.
നമ്മുടെ കൂടെയാണെങ്കില് നമ്മളോടുള്ള പേടി കൊണ്ടെങ്കിലും അവര് വസുമതിക്ക് അല്പ സമാധാനമെങ്കിലും കൊടുക്കും. വസുമതിക്ക് എന്തെങ്കിലും ദോഷമുണ്ടായ നടപടി ഉണ്ടാകുമെന്ന് നാട്ടുകൂട്ടത്തിലുള്ളവര് പറഞ്ഞതല്ലേ? വരുണല്ലേ ആള് ഇന്ദുമേ, അവൻ അതൊന്നും കേട്ട് പേടിക്കില്ല. എന്തെങ്കിലും കിട്ടിയേക്കാവുന്ന ശിക്ഷയെക്കാളും ഇപ്പൊ വസുമതിയോടുള്ള പകയും വിദ്വേഷവും തീർക്കാനേ അവൻ ശ്രമിക്കും.